ഹായ് ഫ്രണ്ട്സ്, ഞാൻ തസ്ലീമ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ പോകുന്നത് MDF ബോർഡ് ബോക്സ് ഉണ്ടാവില്ലേ, അത് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സ്ക്രാബുക്കിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബോക്സ് ആക്കി എടുക്കുകയാണ്. 3D എഫക്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാം. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടായിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. മുമ്പ് 2 വീഡിയോ ഈ ഒരു സ്ക്രാബുക്കിൻ്റെ അതുപോലെ ഈ സ്ക്രാബുക്കിൻ്റെ കവറിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക, അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ തേർഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സ്ക്രാബുക്കിന് ഏത് കളറിലുള്ള പേപ്പേഴ്സാണ് എടുക്കുന്നതെങ്കിൽ അതിനോട് മാച്ച് ചെയ്യുന്ന കളേഴ്സിലുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കുക. അതിങ്ങനെ ബോക്സിൽ വെച്ച് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ലോക്കിൻ്റെ പാർട്ടൊക്കെ നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ കറക്റ്റായിട്ട് ആ ഒരു ബോക്സിനെ ഒട്ടിച്ചെടുക്കാവുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലോക്കൊക്കെ ഇവിടെ നിന്ന് അഴിച്ചെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ അതിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക ഇതുപോലെയാണ്. അഴിച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടും അല്ലേ. അപ്പം ഇതുപോലെ ചെയ്താലും മതി. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബട്ട് ഈ ഒരു സ്ക്രാബുക്ക് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പാർട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ്. നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന പാർട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഈ ഒരു പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്ന പാർട്ട് തന്നെ നമുക്ക് 2-3 തരത്തിൽ ചെയ്യാൻ പറ്റും. ആദ്യം ബോക്സ് കളർ ചെയ്തതിന് ശേഷം പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നവരുണ്ട്. ഇതുപോലെ ആദ്യം സ്റ്റിക്ക് ചെയ്തിട്ട് പിന്നെ കളർ ചെയ്യുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓരോ ഡിസൈൻ, പേപ്പറിൻ്റെ ഡിസൈൻ അനുസരിച്ചാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഏതാണ് അപ്പോൾ ആപ്റ്റായിട്ടുള്ളതെങ്കിൽ അത് ചൂസ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള പേപ്പേഴ്സ് എവിടെ നിന്ന് കിട്ടാമെന്നുള്ള ഡൗട്ട് ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടും. നമ്മൾ ഈ ഒരു സ്ക്രാബുക്കിന് വേണ്ടിയിട്ട് വാങ്ങിക്കില്ലേ പേപ്പർ പാക്സ്, അത് തന്നെയാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്യുക. പിന്നെ ചില കേസിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച ഡിസൈനൊന്നും നമുക്ക് പേപ്പർ പാക്കിൽ നിന്ന് കിട്ടാറില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ക്രാബുക്കിലേക്ക് ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്യിക്കുന്ന കൂടെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അങ്ങനെ പ്രിൻറ്റ് ചെയ്യിക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ MDF ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഈ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പ്രിൻറ്റഡ് പേപ്പർ ഏതാണോ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും കളർ വേണം നമ്മൾ ഈ ഒരു ബോക്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ അതിൽ നമുക്ക് ഏതെങ്കിലും കളേഴ്സ് ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 2 കളറൊക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പേപ്പർ പാക്കിലുള്ളത് തന്നെ 2 കളറൊക്കെ നമുക്കൊരു ഡൗട്ട് വരികയാണെങ്കിൽ അത് രണ്ടും ഒന്ന് കളർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റഫ് പേപ്പറിൽ കളർ ചെയ്തിട്ട് ഈ പേപ്പർ പാക്ക് അതിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് നന്നായിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പീക്കോ കളറാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കവറാണ് ചെയ്യുന്നത്. കവർ നമ്മൾ ബിറ്റ്സിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു 12 ഇഞ്ചിൻ്റെ പേപ്പർ പാക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പേപ്പറാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ ബോക്സ് 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ചിൻ്റെ നമ്മൾ എടുക്കുമ്പം 12 ഇഞ്ചാണല്ലോ. അപ്പോൾ കുറച്ച് ബാലൻസ് വരും. ആ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മൾ 3D രൂപത്തിൽ ഒട്ടിച്ചെടുക്കണം. ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ട് 3D രൂപത്തിൽ, മീൻസ് ഒരു ഫ്ലവറിൻ്റെ ഡിസൈൻ താഴെയാണെങ്കിൽ ഒന്ന് മുകളിലായിട്ട് വരണം. അങ്ങനെ നമുക്ക് 3D രൂപത്തിൽ ഫീൽ ചെയ്യുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ മുകളിലായിട്ട് സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ സ്റ്റിക്കേഴ്സ് നമ്മൾ ബിറ്റ്സി സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റിക്കേഴ്സ് ആയിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന കളേഴ്സ് ചൂസ് ചെയ്തിട്ട് അതിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സൊക്കെ ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഏതാണ് നല്ല ഭംഗിയെങ്കിൽ അത് ചൂസ് ചെയ്യാൻ വിചാരിച്ചിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ ഈ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്തൊന്നും നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല 8 ഇഞ്ചിൽ ഉള്ള ആ ഒരു പേപ്പർ, അത് നമ്മളിതിൽ ഒട്ടിക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കേഴ്സൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം അത് ഒട്ടിച്ച് കൊടുക്കുക. കാരണം ചില സമയങ്ങളിൽ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മാച്ച് ആവാണ്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റണം, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ബോക്സിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോക്സ് നീറ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ട്രിക്കാണേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യലും എല്ലാം കഴിഞ്ഞ് ഫിനിഷിങ് വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചില സമയത്ത് ശ്രദ്ധിക്കുമ്പോൾ കാണാം വക്കിലൊക്കെ ഇപ്പം പേപ്പർ ഒട്ടിച്ചിട്ടുള്ള ആ വക്കൊക്കെ ചില സമയങ്ങളിൽ നോക്കുമ്പോൾ വൈറ്റായിട്ട് കാണും. അപ്പം ആ ഭാഗങ്ങളിൽ എപ്പോഴും നമ്മൾ സ്പോഞ്ചിൽ അക്രിലിക് കളർ അപ്ലൈ ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആ ഭാഗത്ത് വൈറ്റിഷായിട്ട് കാണുന്ന ആ വക്കിലൊക്കെ നമ്മളൊന്ന് ആ സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ജസ്റ്റ് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പം ആ സമയത്ത് ചിലപ്പം നമുക്ക് നമ്മുടെ പ്രിൻ്റർ പേപ്പറിലേക്ക് ഈ പെയിൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രിൻറ്റഡ് പാറ്റേൺ പേപ്പറിലായിട്ടുള്ള കളേഴ്സ് അങ്ങ് പോയിക്കോളും. ബാക്കി നമ്മുടെ ആ വൈറ്റിഷ് ആ ഭാഗത്ത് മാത്രമായിട്ട് കളർ അങ്ങ് നിന്നോളൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ കോൺടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക്